വാർത്തയിലേക്ക് വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ. വൈകുന്നേരം 4-ന് തിരുവനന്തപുരം എയർഫോഴ്സ് ടെക്നിക്കൽ ഏരിയയിൽ വിമാനമിറങ്ങുന്ന മോദി ഹെലികോപ്റ്ററിൽ കൊല്ലത്തേക്ക് തിരിക്കും. 4:50-ന് ആശ്രാമം മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വിവരങ്ങളുമായി ടി.ജി. സജിത്ത് ചേരുകയാണ്. സജിത്ത്, എത്ര മണിയോടുകൂടിയാണ് അദ്ദേഹം തലസ്ഥാനത്ത് എത്തിച്ചേരുക? സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏത് രീതിയിലാണ്? വലിയ സുരക്ഷയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊല്ലത്തും തിരുവനന്തപുരത്തും ഒരുക്കിയിരിക്കുന്നത്. 4 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിലാണ് പ്രധാനമന്ത്രി എത്തിച്ചേരുക. അദ്ദേഹം തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം 4:50 കൊല്ലത്ത് വരും. കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനമാണ് ആദ്യത്തെ അദ്ദേഹത്തിന്റെ പരിപാടി. അതിനുശേഷം 6 മണിയോടുകൂടി NDAയുടെ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് 7 മണിക്ക് തിരുവനന്തപുരത്തെത്തി പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ടൂറിസം സർക്യൂട്ടിന്റെ ഉദ്ഘാടനവും തുടർന്ന് ക്ഷേത്ര ദർശനവും. ഇതിനുശേഷം അദ്ദേഹം ഇന്ന് രാത്രി തന്നെ ഡൽഹിക്ക് മടങ്ങും. ഈ തരത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഒരു ദിവസത്തെ സന്ദർശന പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സന്ദർശനം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം. അതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം NDAയുടെ സമ്മേളനം തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് BJP വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ കുതിച്ചുചാട്ടം തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം, പ്രധാനമന്ത്രിയുടെ പൊതുസമ്മേളനം, അതിനെ മുൻനിർത്തിയുള്ള വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കാണ് BJP തുടക്കമിടുന്നത്. വൈകിട്ട് അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കും എന്ന സൂചനയുമുണ്ട്. NDAയുടെ എല്ലാ ഘടകകക്ഷികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന രീതിയിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളായിരിക്കും ഇന്ന് കൊല്ലത്ത് നടക്കുന്ന ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുക. മറ്റൊരു പ്രാധാന്യമുള്ള അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി കൊല്ലം ബൈപ്പാസിന്റെ സമ്മേളനമാണ്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബൈപ്പാസിന്റെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുക. 4 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമാവുന്നത്. കേന്ദ്ര സംസ്ഥാന സഹകരണത്തോടെ ഉണ്ടാവുന്ന പദ്ധതിയാണ്. അതുകൊണ്ടുകൂടിയാണ് പ്രധാനമന്ത്രി ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വരുന്നത് എന്ന പ്രത്യേകതയുണ്ട്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെ മറികടന്നുകൊണ്ട് കൊല്ലം MP NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ വിവാദവും ഈ പരിപാടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിനകം തന്നെ ഈ പ്രദേശത്തെ MLA-മാരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന വിവാദം ഇടതുമുന്നണിയും ഉയർത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊക്കെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പരിപാടി കൂടിയാണ് കൊല്ലം ബൈപ്പാസ്. എന്തായാലും സംസ്ഥാനത്തിൻ്റെ പൊതുഗതാഗത മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് ഇട നൽകുന്ന പദ്ധതിയാണ് ഇന്ന് തുറക്കപ്പെടുന്ന ഈ കൊല്ലം ബൈപ്പാസ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 13 കിലോമീറ്റർ നീളം വരുന്ന സംസ്ഥാനത്തെ ഗതാഗത സംവിധാനങ്ങളിൽ വലിയൊരു കുതിച്ചുചാട്ടം കൊല്ലം മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ അത് ഏറെ സമയം ദൈർഘ്യം കുറയുന്ന രീതിയിലുള്ള വലിയൊരു പ്രത്യേകതയും ഈ ബൈപ്പാസിനുണ്ട്. അത്തരത്തിൽ വലിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും രാഷ്ട്രീയ പ്രാധാന്യവുമുള്ള സന്ദർശനമാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം. വൈകിട്ട് 4 മണിയോടുകൂടി തന്നെ അദ്ദേഹം എത്തിച്ചേരും. വൈകിട്ട് 4:50-നാണ് കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടന ചടങ്ങ് ക്രമീകരിച്ചിട്ടുള്ളത്. 4 മണിയോടുകൂടി അദ്ദേഹം തലസ്ഥാനത്തെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം പ്രമാണിച്ച് കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് തലസ്ഥാനത്തായാലും കൊല്ലത്തായാലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളാണ് കൊല്ലത്ത് നിന്ന് ടി.ജി. സജിത്ത് നൽകിയത്. 4 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിലാണ് കൊല്ലം ബൈപ്പാസ് ജനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നുകൊടുക്കുന്നത്. ഉദ്ഘാടനത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദവും ശക്തമാണ്. ചടങ്ങിൽ നിന്ന് ബൈപ്പാസ് കടന്നുപോകുന്ന പ്രദേശത്തെ MLA-മാരെ ഒഴിവാക്കി O രാജഗോപാലിനെ പങ്കെടുപ്പിക്കുന്നതിനെതിരെ CPM രംഗത്തെത്തി. കൊല്ലം നഗരത്തിലെ തിരക്ക് കുറയ്ക്കാൻ 1971-ലാണ് ബൈപ്പാസ് എന്ന ആശയം ഉയർന്നുവരുന്നത്. എന്നാൽ സ്ഥലം ഏറ്റെടുക്കുന്നതിലുള്ള തടസ്സങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളും നിർമ്മാണത്തെ അനിശ്ചിതമായി വൈകിപ്പിച്ചു. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ 2015-ലാണ് പുനരാരംഭിച്ചത്. കൊട്ടിയം, മേവറത്ത് തുടങ്ങി കാവനാട് അവസാനിക്കുന്ന ബൈപ്പാസിന് 13.5 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. 352 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ബൈപ്പാസ് നിർമ്മാണം സ്വന്തം നേട്ടമാണെന്ന അവകാശവാദവുമായി CPM-ഉം കോൺഗ്രസും BJP-യും രംഗത്തുണ്ട്. നിർമ്മാണത്തിന്റെ 70% പൂർത്തിയാക്കിയത് ഈ സർക്കാരിന്റെ കാലത്താണെന്ന് CPM വാദിക്കുന്നു. എന്നാൽ കേന്ദ്രവിഹിതമായ 176 കോടി രൂപ തടസ്സമില്ലാതെ ലഭ്യമാക്കിയതാണ്
പദ്ധതി യാഥാർത്ഥ്യമാകാൻ കാരണമെന്ന് BJP അവകാശപ്പെടുന്നു. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന നിർമ്മാണം പുനരാരംഭിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെന്നത് UDF-നും അനുകൂല ഘടകമാകുന്നു. ഉദ്ഘാടന ചടങ്ങിനായി മുഖ്യമന്ത്രിയെ മറികടന്ന് പ്രധാനമന്ത്രി എത്തുന്നത് ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തുടർച്ചയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ നിന്ന് ചവറ, ഇരവിപുരം MLA-മാരെ ഒഴിവാക്കിയതിനെതിരെ CPM രംഗത്ത് വന്നിട്ടുണ്ട്. ബൈപ്പാസ് കടന്നുപോകുന്ന സ്ഥലത്തെ MLA-മാരെ ഒഴിവാക്കി ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള O. രാജഗോപാലിനെ ക്ഷണിച്ചതിലും ഇടതുമുന്നണിക്ക് പ്രതിഷേധമുണ്ട്. ന്യൂസ് 18 കൊല്ലം. കൊച്ചി മനുഷ്യക്കടത്ത് കേസിൽ അന്വേഷണ സംഘം ഇന്ന് ഡൽഹിയിലേക്ക് തിരിക്കും. 41 പേരുമായി മുനമ്പത്ത് നിന്നും വിദേശത്തേക്ക് പോയ ബോട്ട് ഇന്ത്യ പിന്നിട്ടെന്നാണ് സൂചന. ബോട്ടുടമകളിൽ ഒരാളായ കോവളം സ്വദേശി ഇന്ന് വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. ഇയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. കൊച്ചിയിൽ നിന്ന് SS ശരൺ ചേരുകയാണ്. ശരൺ, ഇവരുമായി പോയ ബോട്ട് ഇന്ത്യ പിന്നിട്ടു എന്നതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണ സംഘം സ്ഥിരീകരിച്ച വിവരങ്ങൾ നൽകുന്നുണ്ടോ? ഇവർ എന്തിന് കേരളം ഇടത്താവളമാക്കി? ആരൊക്കെയാണ് ബോട്ടിലുള്ളത് എന്നതടക്കം ഇത്തരം സംശയങ്ങളെല്ലാം ദുരൂഹത മാറേണ്ടിയിരിക്കുകയാണ്. ഇത്തരം വിവരങ്ങളെല്ലാം അന്വേഷണ സംഘം നൽകുന്നുണ്ടോ? ദിവ്യ, തീർച്ചയായിട്ടും 41 പേരുമായി വിദേശത്തേക്ക് പോയ ബോട്ട് ഇന്ത്യൻ തീരം വിട്ടു എന്നുള്ളൊരു വിവരമാണ് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കോസ്റ്റ് ഗാർഡ് തിരച്ചിൽ തുടരുന്നുണ്ട്. ഈ ബോട്ട് കണ്ടെത്തുന്നത് വരെയുള്ള തിരച്ചിൽ തുടരാൻ കോസ്റ്റ് ഗാർഡ് തീരുമാനിച്ചിട്ടുമുണ്ട്. ഇതോടൊപ്പം എടുത്തു പറയേണ്ടത് 3 രീതിയിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ബോട്ടിനെ കേന്ദ്രീകരിച്ചാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ദയാമാത ബോട്ടിലാണ് വിദേശത്തേക്ക് ഇവർ കടന്നതെന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഇത് ആന്ധ്ര, തിരുവനന്തപുരം സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടാണെന്ന കാര്യവും നേരത്തെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോവളം സ്വദേശി, അതായത് തിരുവനന്തപുരം സ്വദേശിയായ ആൾ ഇന്ന് വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് പോലീസ് ഉള്ളത്. അങ്ങനെ അയാൾ ഹാജരാവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളൊരു സൂചനയും നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം അദ്ദേഹം ഹാജരാവുന്നതോടുകൂടി തന്നെ നിർണായകമായ ഒരു വഴിത്തിരിവിലോട്ട്, കേസിൽ വഴിത്തിരിവ് ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത്. മറ്റൊരു കാര്യം, റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച്, അതായത് ഇവർ ചെറായിലെ ബീച്ച് വാലി റിസോർട്ട് അടക്കമുള്ള റിസോർട്ടുകളിലാണ് കഴിഞ്ഞിരുന്നതെന്നുള്ള കാര്യവും നേരത്തെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ആ റിസോർട്ടുകളിൽ നിന്നും തിരിച്ചറിയൽ രേഖകൾ അടക്കം പോലീസ് കളക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. 16 അംഗ അന്വേഷണ സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ സംഘം ഈ റിസോർട്ടുകളിൽ നിന്നും ശേഖരിച്ച തിരിച്ചറിയൽ കാർഡ് അടക്കമുള്ള വിവരങ്ങളുമായി ഇന്ന് ഡൽഹിക്ക് പോകുന്നുണ്ട്. അവിടെ എത്തി ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, ബാഗുകൾ സംബന്ധിച്ചാണ് വിവരങ്ങൾ നൽകിയത്. ലെനിൻ രാജേന്ദ്രന് വിട. ഇന്നലെ ചെന്നൈയിൽ അന്തരിച്ച സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ മൃതദേഹം ഇന്ന് തിരുവനന്തപുരത്തെത്തിക്കും. നാളെ രാവിലെ കലാഭവനിലെ പൊതുദർശനത്തിനു ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ മൃതദേഹം സംസ്കരിക്കും. വി അരുൺ ചേരുകയാണ് വിവരങ്ങളുമായി. അരുൺ, എത്ര മണിയോടുകൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരത്തെത്തിക്കും? മറ്റു വിശദാംശങ്ങൾ. ദിവ്യ, ദീർഘനാളായി കരൾ രോഗത്തിൽ ചികിത്സയിലായിരുന്നു മലയാളത്തിന്റെ പ്രമുഖ സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ. അദ്ദേഹം ഇന്നലെ രാത്രി 8:30 ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചത്. ഇന്ന് എംബാം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വൈകിട്ട് 5 മണിയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും. തിരുവനന്തപുരം പണ്ഡിറ്റ് കോളേജിലാണ് അദ്ദേഹത്തിന്റെ വസതി. അവിടെ ഇന്ന് രാത്രി മുഴുവൻ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. നാളെ അദ്ദേഹം ചെയർമാനായിട്ടുള്ള കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം കൂടിയായ കലാഭവനിലായിരിക്കും പൊതുദർശനം. അതിനുശേഷം വൈകിട്ട് 5 മണിയോടുകൂടി തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ലെനിൻ രാജേന്ദ്രന്റെ സംസ്കാരം നടക്കും. 81 തുടങ്ങിയ ചലച്ചിത്ര സബരിയ അടുത്ത ഇടവരെ അദ്ദേഹം സജീവമായി തന്നെ ചലച്ചിത്ര മേഖലയിലുണ്ടായിരുന്നു. KSFDCയുടെ സാരഥി നിലയിൽ ചലച്ചിത്ര മേഖലയിലെ ഓരോ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്കും നേതൃത്വത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. സംസ്ഥാനത്തൊട്ടാകെ എല്ലാ ജില്ലകളിലും ചലച്ചിത്ര അക്കാദമിയുടെ കീഴിൽ പ്രത്യേക തിയേറ്റർ എന്ന സ്വപ്നം ബാക്കി വെച്ച് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് അദ്ദേഹം രോഗം കൂടുകയും അദ്ദേഹം ആശുപത്രിയിലാവുകയും ചെയ്തത്. ഏതായാലും മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് വലിയ സംഭാവന നൽകിയ പ്രധാനപ്പെട്ട ഒരു കലാകാരൻ കൂടിയാണ് ലെനിൻ രാജേന്ദ്രൻ. അദ്ദേഹം രാഷ്ട്രീയ നിലപാടുകൊണ്ടും ശ്രദ്ധേയനായ വ്യക്തിയാണ്. പഠനകാലം മുതൽ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ചേർന്നുപോയ അദ്ദേഹം 2 തവണ ഒറ്റപ്പാലത്ത് നിന്ന് KR നാരായണനെതിരെ, മുൻ രാഷ്ട്രപതി കൂടിയായ KR നാരായണനെതിരെ മത്സരിച്ചിരുന്നു. അദ്ദേഹത്തിന് അതിൽ വിജയിക്കാനായെങ്കിൽ കൂടി അതിനുശേഷവും സജീവമായി തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം ഉറച്ചു നിന്ന ഒരു വ്യക്തി കൂടിയാണ്. ഏതായാലും സംസ്ഥാനത്തെ സിനിമാ മേഖലയ്ക്ക് വലിയ നഷ്ടം തന്നെയാണ് ലെനിൻ രാജേന്ദ്രന്റെ വിടവാങ്ങലിലൂടെ ഉണ്ടായിരിക്കുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടി മൃതദേഹം തിരുവനന്തപുരത്തെത്തിക്കും. മലയാള സിനിമയോട് വിട പറഞ്ഞ സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സംസ്കാരം നാളെയാണ് നടക്കുക. ഇന്ന് വൈകിട്ടോടുകൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം തലസ്ഥാനത്തെത്തിക്കും. വിശദാംശങ്ങളാണ് വി അരുൺ നൽകിയത്.
കർണാടക രാഷ്ട്രീയം വീണ്ടും റിസോർട്ട് നാടകങ്ങൾക്ക് വേദിയാകുന്നു. 5 കോൺഗ്രസ് എംഎൽഎമാരെ ബിജെപി ചാക്കിട്ട് പിടിച്ചെന്ന അഭ്യൂഹങ്ങൾക്കിടെ 102 എംഎൽഎമാരെയും ബിജെപി രാത്രി ഡൽഹിയിലെത്തിച്ചു. സ്വന്തം പക്ഷത്ത് ചോർച്ചയുണ്ടാകാതിരിക്കാനാണ് ബിജെപി നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ കൂറുമാറ്റവും റിസോർട്ട് നാടകങ്ങളും കർണാടക രാഷ്ട്രീയത്തെ വീണ്ടും ദേശീയ ശ്രദ്ധയിലെത്തിക്കുന്നു. കോൺഗ്രസിലെ 5 എംഎൽഎമാരെ കാണാനില്ലെന്ന വാർത്ത പരന്നതോടെ സ്വന്തം പക്ഷത്ത് ചോർച്ചയുണ്ടാകാതിരിക്കാൻ ബിജെപിയും ശ്രമം തുടങ്ങി. ബിജെപിയുടെ 104 എംഎൽഎമാരിൽ 102 പേരെയും രാത്രി തന്നെ ഡൽഹിയിലെത്തിച്ചു. ഇവരെ പിന്നീട് ഹരിയാനയിലെ ഗുരുഗ്രാമിലെ റിസോർട്ടിലേക്ക് മാറ്റി. കോൺഗ്രസാണ് കുതിരക്കച്ചവടത്തിന് ശ്രമിക്കുന്നതെന്നും 2 ദിവസം എംഎൽഎമാരെ സുരക്ഷിതരായി പാർപ്പിക്കുമെന്നും ബിജെപി കർണാടക അധ്യക്ഷൻ BS യെദ്യൂരപ്പ പറഞ്ഞു. കോൺഗ്രസ് എംഎൽഎമാരെ ബിജെപി മുംബൈയിലെത്തിച്ചെന്നും ഭരണം അട്ടിമറിക്കാൻ നീക്കം നടത്തുന്നതെന്നും ആരോപിച്ച് കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ DK ശിവകുമാർ ഇന്നലെ രംഗത്ത് വന്നിരുന്നു. എംഎൽഎമാരെ കൂടെ നിർത്താൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമി തന്നെ രംഗത്ത് വന്നത് കോൺഗ്രസിന് ആശ്വാസമാണ്. നിലവിൽ കർണാടക നിയമസഭയിൽ കോൺഗ്രസ് JDS സഖ്യത്തിന് 120ഉം ബിജെപിക്ക് 104 അംഗങ്ങളാണുള്ളത്. 10 പേരെയെങ്കിലും കൂടെ ചേർക്കാനായാൽ മാത്രമേ ഭരണം പിടിക്കാൻ ബിജെപിക്ക് കഴിയൂ. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തയിലേക്ക് വീണ്ടും. ആലപ്പാട്ടെ നിയമവിരുദ്ധ കരിമണൽ ഖനനം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഖനനം നിർത്തിവെക്കാൻ IRAയോട് നിർദ്ദേശിക്കണമെന്നാണ് പ്രധാന ആവശ്യം. ആലപ്പാട് പഞ്ചായത്ത് കടലെടുത്തു പോകുന്ന സ്ഥിതിയാണെന്നും സുരക്ഷാ നടപടികളടക്കം സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ആലപ്പാട് സ്വദേശി KM ഹുസൈനാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഖനനം സംബന്ധിച്ച് പഠിച്ച കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാനും റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാനും സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നുമാണ് ആവശ്യം. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വേർപെടാനുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ ബ്രെക്സിറ്റ് കരാറിൽ പാർലമെന്റ് ഇന്ന് വോട്ട് ചെയ്യും. ഭരണ പ്രതിപക്ഷാംഗങ്ങളിൽ നിന്നുൾപ്പെടെ കടുത്ത എതിർപ്പ് നിലനിൽക്കെയാണ് വോട്ടെടുപ്പ്. ബ്രിട്ടീഷ് ജനതയുടെ ഉന്നമനത്തിനായാണ് ബ്രെക്സിറ്റ് എന്നും കരാർ പാർലമെന്റിൽ പാസായില്ലെങ്കിൽ ബ്രിട്ടൻ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നും വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള ചർച്ചയിൽ പ്രധാനമന്ത്രി തെരേസ മെയ് പറഞ്ഞു. എന്നാൽ ബ്രെക്സിറ്റിനെ എതിർക്കുമെന്ന നിലപാടിൽ പ്രതിപക്ഷാംഗങ്ങൾ ഉറച്ചുനിൽക്കുകയാണ്. ഭരണപക്ഷമായ കൺസർവേറ്റീവ് MPമാരിൽ 64 പേർ കരാറിനെ എതിർത്ത് വോട്ട് ചെയ്യുമെന്നും റിപ്പോർട്ടുണ്ട്. ആകെ 639 MPമാരിൽ 383 പേർ ബ്രെക്സിറ്റിനെതിരായി വോട്ട് രേഖപ്പെടുത്തുമെന്നും കണക്കാക്കപ്പെടുന്നു. ഡൽഹി JNUവിൽ നടന്ന റാലിയിൽ രാജ്യവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചെന്ന കേസിൽ കനയ്യകുമാർ അടക്കം 46 പേർക്കെതിരായ കുറ്റപത്രം ഡൽഹി കോടതി ഇന്ന് പരിഗണിക്കും. വിദ്യാർത്ഥി നേതാക്കളായ അപരാജിത രാജ, ഷെഹല റാഷിദ്, ഒമർ ഖാലിദ് എന്നിവരുടെയും പേരുകൾ 1200 പേജുകളുള്ള കുറ്റപത്രത്തിലുണ്ട്. സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ നേതാവായിരുന്ന കനയ്യകുമാറാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. രാജ്യദ്രോഹം, സംഘം ചേരൽ, ക്രിമിനൽ ഗൂഢാലോചന, കലാപമുണ്ടാക്കൽ, വ്യാജരേഖ ചമച്ചു തുടങ്ങിയവയാണ് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. പാർലമെന്റ് ആക്രമണ കേസ് പ്രതി അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിൽ പ്രതിഷേധിച്ച് 2016 ഫെബ്രുവരി 9 ഡൽഹി JNUവിൽ നടന്ന റാലിയിൽ ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചെന്നാണ് കേസ്. ഇന്ന് കരസേനാ ദിനം. സ്വതന്ത്രേന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ ഓഫീസർ കരസേനാ ദിനത്തിന്റെ ഭാഗമായുള്ള സൈനിക പരേഡ് നയിക്കും. രാജ്യത്തിന്റെ അഭിമാനമായ ഡെയർ ഡെവിൾസ് മോട്ടോർ സൈക്കിൾ അഭ്യാസ പ്രകടനത്തിന് നേതൃത്വം നൽകുന്നതും വനിതയാണ്. ലഫ്റ്റനന്റ് ഭാവന കസ്തൂരി ഈ അഭിമാന വനിതയാണ് രാജ്യത്തിന്റെ 71ാം കരസേനാ ദിനത്തിൽ സൈനിക പരേഡ് നയിക്കുന്നത്. 144 പുരുഷ സൈനികർ അടങ്ങുന്ന സംഘത്തെയാണ് ഭാവന നയിക്കുക. 23 വർഷങ്ങൾക്ക് ശേഷം പുരുഷ വനിതാ സൈനികർ സംയുക്തമായി പരേഡിൽ അണിനിരക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. തീർന്നില്ല. രാജ്യത്തിന്റെ യശസ്സുയർത്തിയ ഡെയർ ഡെവിൾസ് മോട്ടോർ സൈക്കിൾ അഭ്യാസ പ്രകടനത്തിന് നേതൃത്വം നൽകുന്നതും ഒരു വനിതയാണ്, ക്യാപ്റ്റൻ ശിഖ സുരഭി. 24 ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ അഭ്യാസ സംഘം റിപ്പബ്ലിക് ദിനത്തിലും പ്രകടനം നടത്തും. ഒന്നുകൂടിയുണ്ട്, സൈനിക ദിനത്തിൽ ആശയവിനിമയമടക്കം സാങ്കേതിക മേഖലയെ നയിക്കുന്നതും വനിതാ ഓഫീസർ ആണ്. ക്യാപ്റ്റൻ ഭാവന സിയാൽ ആയിരിക്കും ട്രാൻസ്പോർട്ടബിൾ സാറ്റലൈറ്റ് ടെർമിനൽ നിയന്ത്രിക്കുക. രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന പരേഡിൽ സേനാമേധാവി വിപിൻ റാവത്ത് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കും. 1949 ജനുവരി 15 ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കയ്യിൽ നിന്നും ലഫ്റ്റനന്റ് ജനറൽ കോതണ്ഡമാടപ്പ കരിയപ്പ എന്ന KM കരിയപ്പ സേനയുടെ ചെങ്കോലേന്തിയ ചരിത്ര ദിവസമാണ് രാജ്യം കരസേനാ ദിനമായി ആചരിക്കുന്നത്. 25 ലക്ഷത്തിലേറെ അംഗബലമുള്ള ഇന്ത്യൻ കരസേന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കരസേനയാണ്. രാഷ്ട്രസേവനത്തിന്റെയും പോരാട്ടവീര്യത്തിന്റെയും ദീപ്തമായ ഓർമ്മകൾ പുതുക്കിയാണ് കരസേനാ ദിനം രാജ്യം ആഘോഷിക്കുന്നത്. ന്യൂസ് 18 ഡൽഹി.
പത്മനാഭസ്വാമി ക്ഷേത്രം കേസിന്റെ അന്തിമവാദം സുപ്രീംകോടതിയിൽ ഇന്ന് ആരംഭിച്ചേക്കും. ജസ്റ്റിസുമാരായ യു ലളിത്, MR ഷാ എന്നിവരടങ്ങിയ ബെഞ്ചാണ് അന്തിമവാദം കേൾക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം കേസിലെ അമിക്കസ് ക്യൂറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ സോളിസിറ്റർ ജനറൽ ഗോപാൽ സുബ്രഹ്മണ്യം നൽകിയ കത്ത് സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. നവംബർ 25-നാണ് ഗോപാൽ സുബ്രഹ്മണ്യം കത്ത് കൈമാറിയത്. വ്യക്തിപരമായ അസൌകര്യം കാരണം അമിക്കസ് ക്യൂറി സ്ഥാനം ഒഴിയാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. പുരി ജഗന്നാഥ ക്ഷേത്ര കേസിലും ഗോപാൽ സുബ്രഹ്മണ്യം അമിക്കസ് ക്യൂറി സ്ഥാനം ഒഴിഞ്ഞിരുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ആഘോഷമെന്നറിയപ്പെടുന്ന കുംഭമേളയ്ക്ക് തുടക്കമായി. ഇന്നാരംഭിച്ച കുംഭമേളയിൽ കോടിക്കണക്കിന് തീർത്ഥാടകർ ഉത്തർപ്രദേശിലെ പ്രയാഗരാജിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന അർദ്ധ കുംഭമേളയ്ക്ക് 15 കോടി തീർത്ഥാടകർ എത്തുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൂട്ടൽ. 3200 ഹെക്ടറിലാണ് തീർത്ഥാടകർക്കുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. മകരജ്യോതി കാണാൻ ഇന്നലെ പുല്ലുമേട്ടിലെത്തിയ ഭക്തർക്ക് നിരാശപ്പെടേണ്ടി വന്നു. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് മകരജ്യോതി ദർശിക്കാനാകാതെയാണ് പലരും പോയത്. മകരദീപ ദർശനത്തിനായി ഉച്ച മുതൽ കാത്തിരിപ്പിലായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തർ. മലനിരകളിൽ ഇരുട്ട് വീണപ്പോൾ സന്നിധാനം തെളിഞ്ഞു നിന്നു. മകരദീപം നിമിഷങ്ങൾക്കുള്ളിൽ പൊന്നമ്പലമേട്ടിൽ തെളിയുമെന്ന പ്രതീക്ഷയിൽ ഭക്തർ. 7 മണിയായിട്ടും മകരദീപം കാണാനായില്ല. ചിലർ ഒരു വട്ടം മിന്നായം പോലെ കണ്ടു. മകരജ്യോതിയും മൂടൽമഞ്ഞിനിടെ വേണ്ട വിധം കാണാനായില്ല. മടങ്ങാനൊരുങ്ങിയ പലരുടെയും മുഖത്ത് നിരാശ. பட் ஜோதி மட்டும் தெரியல, அது கொஞ்சம் வருத்தமா இருக்கு. ஜோதி மட்டும் கொஞ்சம் பார்க்க முடியல, மேகமூட்டத்தால ஜோதி பார்க்கல. இந்த வருஷம் மன திருப்தி அடையல. ആർക്കും കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് അതിന്റെ അകത്തൊരു ഭയങ്കരമായിട്ടുള്ള ദുഃഖമുണ്ട്. 3000-ൽ താഴെയുള്ളവർ മാത്രമാണ് ഇക്കുറി പുല്ലുമേട്ടിൽ മകരദീപ ദർശനത്തിനായി എത്തിയത്. കനത്ത മൂടൽമഞ്ഞ പുല്ലുമേട്ടിൽ നിന്നുള്ള ദീപക്കാഴ്ചയെ മറച്ചു. അതിന്റെ നിരാശ പൊതുവെ ഭക്തരിലും പ്രകടമായിരുന്നു. ക്യാമറാമാൻ സി വിനോദ് കുമാറിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18. CPM-ൽ ലയിക്കുമെന്ന CMP ഇടതുമുന്നണി വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി MK കണ്ണന്റെ പ്രഖ്യാപനം തള്ളി CMP പാലക്കാട് ജില്ലാ കമ്മിറ്റി CPI-യിലേക്ക്. ജില്ലാ സെക്രട്ടറി മുരളി താരേക്കാടിന്റെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാരും പ്രവർത്തകരുമാണ് CPI-യിൽ ചേരുന്നത്. ഇന്ന് പാലക്കാട് നടക്കുന്ന ലയന സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേർന്ന CMP ഇടതുമുന്നണി വിഭാഗം സംസ്ഥാന കമ്മിറ്റിയാണ് CPM-ൽ ലയിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഫെബ്രുവരി 3-ന് കൊല്ലത്ത് ലയന സമ്മേളനം നടക്കുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി MK കണ്ണൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയെ തള്ളി CPI-യിൽ ചേരാനാണ് CMP പാലക്കാട് ജില്ലാ കമ്മിറ്റി തീരുമാനം. MK കണ്ണൻ പാർട്ടിയെ വഞ്ചിക്കുകയാണെന്നാരോപിച്ചാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റി CPI-യിലേക്ക് പോകുന്നത്. CPM ലയനമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ വാദം തെറ്റാണെന്നും ഇവർ പറയുന്നു. CPM-ലേക്ക് ചേരുക എന്ന പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. കാരണം ലയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ സെൻട്രൽ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് MK കണ്ണനും CPIM-ന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് സീതാറാം യെച്ചൂരിയുമായിട്ട് ഒരു ചർച്ച എവിടെയും നടന്നിട്ടില്ല. ഒരു പരിധിവരെ വഞ്ചിച്ചു എന്ന് തന്നെ പറയാം. കൂടുതൽ ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തോട് വിയോജിപ്പുള്ളവരാണെന്നും പാലക്കാട് ജില്ലാ സെക്രട്ടറി മുരളി താരേക്കാട് പറഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 3-4 ജില്ലകളിൽ നിന്നായിരിക്കും ഫെബ്രുവരി 3-ന് പോകുന്ന കൊല്ലത്ത് വെച്ച് നടക്കാൻ പോകുന്ന ലയന സമ്മേളനം എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് പോകുന്ന ആളുകൾ. പാലക്കാട് നേതൃത്വം CPI-യിൽ ലയിക്കുന്നതോടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് CPI മണ്ഡലം കമ്മിറ്റി ഓഫീസായി മാറും. 5 ഏരിയ കമ്മിറ്റികളും 12 ലോക്കൽ കമ്മിറ്റികളും 40 ബ്രാഞ്ച് കമ്മിറ്റികളിലുമായി 625 പാർട്ടി മെമ്പർമാരാണ് CMPക്ക് പാലക്കാടുള്ളത്. ഇതിൽ ഭൂരിഭാഗം പേരും ഒപ്പമുണ്ടെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ അവകാശവാദം. ഇന്ന് നടക്കുന്ന ലയന സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 പാലക്കാട്. സംഗീതവാസനയുണ്ടായിട്ടും കാര്യമായ അവസരം ലഭിക്കാത്തവർക്ക് വേദികളൊരുക്കി ശ്രദ്ധേയമാവുകയാണ് കണ്ണൂരിലെ ഒരു ഗ്രന്ഥശാല. ചെറുകുന്ന് കീഴറയിലെ വിജ്ഞാനപോഷിണി ഗ്രന്ഥശാലയാണ് എല്ലാവർക്കും പാടാമെന്ന പരിപാടിയിലൂടെ അറിയപ്പെടാത്ത പ്രതിഭകൾക്കായി വേദിയൊരുക്കുന്നത്. ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ ദാക്ഷായണിയമ്മ എന്ന ഈ 68-കാരി പാട്ടുപാടാൻ വേദി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ്. പ്രായമായിട്ടും ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഇതിന്റെ ഭാരവാഹികളോടെല്ലാം വളരെ നന്ദിയുണ്ട്. ദാക്ഷായണിയമ്മയെ പോലെ 300ഓളം പേർക്കാണ് ചെറുകുന്ന് കീഴറയിലെ വിജ്ഞാനപോഷിണി ഗ്രന്ഥശാലയുടെ പ്രതിമാസ വേദിയിൽ അവസരം ലഭിച്ചത്. നമ്മുടെ നാട്ടുകാർക്ക് ഒരു ഗാനസന്ധ്യ എല്ലാ മാസവും ആസ്വദിക്കുന്നതിനും ഇത് സാധ്യമാക്കുന്നുണ്ട്. വളരെ പ്രായം ആളുകൾക്ക് പോലും അവസരം നൽകുന്ന വിധത്തിലാണ് ഈ പരിപാടി
2 വർഷം മുമ്പ് ആരംഭിച്ച എല്ലാവർക്കും പാടാം എന്ന പരിപാടി ഇപ്പോൾ 24 വേദികൾ പിന്നിട്ടു. ന്യൂസ് 18 കണ്ണൂർ.